എല്ലാ കൂട്ടുകാർക്കും ഓട്ടോമേഷൻ എൻജിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് പോസ്റ്റ്മാൻ കൺസോൾ പ്രോഗ്രാമാറ്റിക്കലി ക്ലിയർ ചെയ്യാമെന്നുള്ളതാണ്. ഓൾറെഡി പോസ്റ്റ്മാൻ കൺസോളിനെ കുറിച്ചൊരു വീഡിയോ ഞാൻ ഈ പ്ലേലിസ്റ്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തൊരു ആ വീഡിയോ കാണുക. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അല്ലെങ്കിൽ ഐ ബട്ടണിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. പ്രോഗ്രാമാറ്റിക്കലി പോസ്റ്റ്മാൻ കൺസോൾ ക്ലിയർ ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണം എന്താണെന്ന് ഞാൻ ആദ്യമേ കാണിച്ചു തരാം. ഞാൻ ഈ വീഡിയോയ്ക്ക് വേണ്ടി യൂസ് ചെയ്യുന്ന കളക്ഷൻ ജേസൺ സെർവർ കളക്ഷൻ ഉള്ള ഈ കളക്ഷനാണ്. ഇതിനകത്ത് 2 ഫോൾഡർ ഉണ്ട്, CRUD എന്നും DDT എന്നും പറഞ്ഞ ഫോൾഡർ. അതുകൂടാതെ തന്നെ ഞാൻ ജേസൺ സെർവർ ലോക്കലി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ഈ കളക്ഷൻ റൺ ചെയ്യാൻ പോവാണ്. ഡേറ്റ ഫയൽ മെൻഷൻ ചെയ്തിട്ടുള്ള ക്രിയേറ്റ് പോസ്റ്റ് DDT എന്നുള്ള ഞാൻ ചെക്ക് ചെയ്യണം. അതിൻ്റെ ആവശ്യമില്ല. ജസ്റ്റ് ഒരു കൺസെപ്റ്റ് കാണിക്കാൻ വേണ്ടി ഈ ഒരു പർട്ടിക്കുലർ റിക്വസ്റ്റ് റൺ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ഞാൻ അത് അൺചെക്ക് ചെയ്തിട്ട് ബാക്കി റിക്വസ്റ്റുകൾ റൺ ചെയ്യാൻ പോവാണ്. റൺ ജേസൺ സെർവർ കളക്ഷനുള്ള ബട്ടനെ ക്ലിക്ക് ചെയ്തു. കൺസോള് റിക്വസ്റ്റുകളുടെ ഡീറ്റെയിൽസും നമ്മൾ ചില കാര്യങ്ങളൊക്കെ ലോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതെല്ലാം വന്നിട്ടുണ്ട്. ഇതുപോലെ മൾട്ടിപ്പിൾ ടൈംസ് റൺ ചെയ്യുന്നതനുസരിച്ച് എല്ലാ റിക്വസ്റ്റുകളുടെയും ഡീറ്റെയിൽസ് ഇങ്ങനെ പോസ്റ്റ്മാനി വന്നുകൊണ്ടിരിക്കും. ഇപ്പം ഞാൻ 3 തവണ ഈ കളക്ഷൻ റൺ ചെയ്തു. അപ്പം 3 തവണ സകല റിക്വസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് വന്നു. 4ാമത് ഒരു തവണയും കൂടെ ഞാൻ റൺ ചെയ്യാമെന്ന് ഓർക്കുക. അങ്ങനെ 4ാമത് റൺ ചെയ്ത് കഴിയുമ്പം ഈ കളക്ഷനകത്ത് ഒരു പർട്ടിക്കുലർ റിക്വസ്റ്റ് ഫെയിലായി. അങ്ങനെ ഫെയിലാകുമ്പോൾ ആ ഫെയിലായ റിക്വസ്റ്റ് ഇത്രയും ഡീറ്റെയിൽസിൽ നിന്ന്, ഇത്രയും കൺസോളിലെ ഈ ഡീറ്റെയിൽസിൽ നിന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അങ്ങനെയുള്ള കേസുകളിൽ നമുക്ക് പ്രോഗ്രാമാറ്റിക്കലി നമുക്ക് കൺസോൾ ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതായത് ബാക്കി ഏറ്റവും അവസാനം റൺ ചെയ്ത കളക്ഷൻ ഡീറ്റെയിൽസ് മാത്രം വരുന്ന രീതിയിൽ നമുക്ക് പ്രോഗ്രാമാറ്റിക്കലി കൺസോൾ ക്ലിയർ ചെയ്യാൻ സാധിക്കും. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇഷ്യൂ വരുന്നത് ഐഡൻറ്റിഫൈ ചെയ്യാൻ ഈസി ആയിരിക്കും. അതിനുവേണ്ടി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഞാൻ ഈ CRUD എന്നുള്ള ഈ ഫോൾഡറിനകത്ത് ഫസ്റ്റ് റിക്വസ്റ്റ്, ഇതാണ് ആദ്യമേ എക്സിക്യൂട്ട് ആവുന്ന റിക്വസ്റ്റ്. ഈ റിക്വസ്റ്റിൻ്റെ പ്രീ റിക്വസ്റ്റ് സ്ക്രിപ്റ്റിനകത്ത് ഒരു ലൈൻ ആഡ് ചെയ്യും. ഒരു ജാവാസ്ക്രിപ്റ്റ് കോഡാണ്. കൺസോൾ ഡോട്ട് ക്ലിയർ എന്ന് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു മെത്തേഡ് എന്ത് ചെയ്യുന്നത് വെച്ചാൽ കൺസോൾ ക്ലിയർ ചെയ്യും. അത് ഞാൻ ആഡ് ചെയ്യാൻ പോവാണ്. കൺസോൾ ഡോട്ട് ക്ലിയർ ഹോവർ ചെയ്യുമ്പോൾ അതിൻ്റെ അതെന്താ ചെയ്യുന്നതെന്നുള്ളതിൻ്റെ ഡെഫിനിഷൻ, അതെന്താ ചെയ്യുന്ന ആ മെത്തേഡ് എന്താ ഞാൻ യൂസ് ചെയ്യുന്നുള്ളത് ഓൾറെഡി പോസ്റ്റ്മാൻ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട്, ക്ലിയേഴ്സ് ദ കൺസോൾ. അപ്പോൾ ഞാൻ ആ മെത്തേഡ് യൂസ് ചെയ്യാൻ പോവാണ്. കൺസോൾ ഡോട്ട് ക്ലിയർ. അതിനുശേഷം ഞാൻ റിക്വസ്റ്റ് സേവ് ചെയ്യുന്നു. അതിനുശേഷം ഞാൻ വീണ്ടും കളക്ഷൻ റൺ ചെയ്യാൻ പോവാണ്. ഇപ്പം നമ്മൾ റൺ ചെയ്യുന്നതിന് മുമ്പ് ഓൾറെഡി 3 തവണ ആ കളക്ഷൻ റൺ ചെയ്തു. അപ്പം 3 തവണ ആ കളക്ഷൻ്റെ ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട്. ഇനിയിപ്പം വീണ്ടും റൺ ചെയ്യുമ്പോൾ ഒരു തവണ മാത്രമേ ഈ ഒരു ഡീറ്റെയിൽസ് കാണാൻ പറ്റുള്ളൂ. അതായത് ഏറ്റവും അവസാനം റൺ ചെയ്യാൻ പോകുന്ന കളക്ഷൻ ഡീറ്റെയിൽസ് മാത്രം. അതിന് മുമ്പ് റൺ ചെയ്ത കളക്ഷൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഓട്ടോമാറ്റിക്കലി ഈ ഒരു സിംഗിൾ ലൈൻ ഓഫ് കോഡ് വെച്ച് ക്ലിയർ ചെയ്യാൻ നമുക്ക് സാധിക്കും. ഞാൻ ആ കളക്ഷൻ ഒന്ന് റൺ ചെയ്യാൻ പോവാണ്. റൺ അഗെയിൻ എന്നുള്ള ബട്ടനെ ക്ലിക്ക് ചെയ്തു. കൺസോൾ വാസ് ക്ലിയർഡ് എന്നൊരു മെസ്സേജ് ഇവിടെ വന്നു. നമ്മളിപ്പോൾ ഏറ്റവും അവസാനം റൺ ചെയ്ത കളക്ഷൻ ഡീറ്റെയിൽസ് മാത്രമേ ഇവിടെ വന്നു കൺസോളിൽ കാണാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വർക്ക് സ്പേസിൽ മൾട്ടിപ്പിൾ കളക്ഷൻസ് കാണും. ഇപ്പം ഈ ജേസൺ സെർവർ കളക്ഷൻ തന്നെ ചിലപ്പോൾ നമ്മൾ മൾട്ടിപ്പിൾ ടൈംസ് റൺ ചെയ്യും. അല്ലെങ്കിൽ വേറൊരു കളക്ഷൻ, നമ്മൾ മൾട്ടിപ്പിൾ പ്രൊജക്ട്സ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ആ വേറൊരു പ്രൊജക്റ്റിലെ കളക്ഷൻ റൺ ചെയ്യും. അപ്പോൾ ഇതെല്ലാം കൂടെ ഒരുമിച്ചായിരിക്കും കൺസോളിൽ കാണിക്കുന്നത്. അപ്പം നമ്മൾ ഒരു പർട്ടിക്കുലർ കളക്ഷൻ റൺ ചെയ്യുമ്പോൾ അതിനകത്ത് ഒരു റിക്വസ്റ്റ് മാത്രം ഫെയിലായി, അങ്ങനെയുള്ള ഫെയിലാകുന്ന കേസിൽ നമുക്ക് എന്തുകൊണ്ട് ആ റിക്വസ്റ്റ് ഫെയിലായെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണമെങ്കിൽ ഒത്തിരി നമുക്ക് സ്ക്രോൾ ചെയ്യേണ്ടതായിട്ട് വരും. ഈ പോസ്റ്റ്മാൻ കൺസോളിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയുള്ള കേസുകൾ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും ഈ കൺസോൾ ഡോട്ട് ക്ലിയർ. അപ്പോൾ ഇത് ഇൻക്ലൂഡ് ചെയ്യേണ്ടത് ഫസ്റ്റ് റിക്വസ്റ്റിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. പകരം ഈ ഒരു ഫോൾഡർ ലെവലിലോ കളക്ഷൻ ലെവലിലോ ഇത് ഇൻക്ലൂഡ് ചെയ്താൽ എന്താ പ്രശ്നം വെച്ചാൽ പ്രീ റിക്വസ്റ്റ് സ്ക്രിപ്റ്റ് ആയിട്ടാണ് നമ്മളിത് ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഈ CRUD എന്നുള്ള ഫോൾഡറിൻ്റെ അകത്ത് പ്രീ റിക്വസ്റ്റ് സ്ക്രിപ്റ്റ് ആയിട്ട് ആഡ് ചെയ്താലുള്ള പ്രശ്നം വെച്ചാൽ ഈ ഫോൾഡറിനകത്തെ ഓരോ റിക്വസ്റ്റിന് മുമ്പ് അത് റണ്ണാകും. അങ്ങനെ റൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ആ ഒരു യൂസ് കേസ് നമുക്ക് നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത് ആ ഒരു
ഇഷ്യൂ നമുക്ക് ആ ഒരു നമ്മുടെ ആ യൂസ് കേസ് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റില്ല. അപ്പം എപ്പോഴും ഫസ്റ്റ് റിക്വസ്റ്റ് ഏതാണോ ആ റിക്വസ്റ്റിനകത്ത് കൺസോൾ ഡോട്ട് ക്ലിയർ എന്നുള്ളത് കൊടുക്കുക. അതുപോലെ വേറെ ഒരു കളക്ഷൻ ഉണ്ടെങ്കിലും അവിടെ നിങ്ങൾക്ക് ഇങ്ങനെ കൊടുക്കാൻ പറ്റും. അപ്പോൾ ആ കളക്ഷൻ റൺ ചെയ്യുമ്പോൾ അതിന് മുമ്പ് റൺ ചെയ്ത കളക്ഷൻ ഡീറ്റെയിൽസ് വേറെ ഒരു കളക്ഷൻ ഡീറ്റെയിൽസ് നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. അപ്പം ഈ ഒരു ഫീച്ചർ പോസ്റ്റ്മാൻ വേർഷൻ 10 തൊട്ടേ അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പം പോസ്റ്റ്മാൻ്റെ വേർഷൻ നിങ്ങൾ ഏറ്റവും ലേറ്റസ്റ്റ് വേർഷൻ തന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ചെക്ക് ഫോർ അപ്ഡേറ്റ്സ്. ഇപ്പോൾ എനിക്ക് വേർഷൻ കാണിക്കുന്നുണ്ട്. അപ്പം നിങ്ങളുടെ കേസിൽ ഓൾറെഡി ഇപ്പോൾ ഉള്ള വേർഷൻ കാണാൻ ഫയൽ സെറ്റിങ്സിൽ പോവുക. എബോട്ട് എന്നുള്ള ടാബിൽ പോയി കഴിയുമ്പോൾ വേർഷൻ കാണിക്കും. അപ്പം ഈ ഒരു ഫീച്ചർ പോസ്റ്റ്മാൻ ഗിറ്റ്ഹബിൽ കൊടുത്തിട്ടുണ്ട്. അത് 2018 കമ്മ്യൂണിറ്റി ചോദിച്ച ഒരു ഫീച്ചറായിരുന്നു. കൺസോൾ ഡോട്ട് ക്ലിയർ എന്നുള്ളൊരു ഫംഗ്ഷൻ ആഡ് ചെയ്യാന്നുള്ള രീതിയിൽ പോസ്റ്റ്മാൻ ടീമിനോട് ആവശ്യപ്പെട്ട ഒരു ഫീച്ചറാണ്. കമ്മ്യൂണിറ്റി ആഡ് ചെയ്യാമെന്ന് ചോദിച്ചൊരു ഫീച്ചറാണ്. ഇംപ്ലിമെന്റ് ചെയ്തു വന്നപ്പോൾ 2022 ഡിസംബർ ആയി. ഏകദേശം 4 കൊല്ലം എടുത്തു അവരത് ഇംപ്ലിമെന്റ് ചെയ്യാൻ. എന്തുകൊണ്ടോ അവർക്കത് യൂസ്ഫുൾ ആയിട്ട് തോന്നിയില്ല. പിന്നെ ഒത്തിരി പേര് ഇത് ആവശ്യപ്പെട്ടതിൻ്റെ പേരിൽ ഈയിടെയാണ് അത് ആ ഒരു ചേഞ്ച് ഈ ഒരു പുതിയ ഫീച്ചർ ഇംപ്ലിമെന്റ് ചെയ്ത്. താങ്ക് യു എവരി വൺ ഫോർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അവൈലബിൾ ഇൻ പോസ്റ്റ്മാൻ വേർഷൻ 10.6. അപ്പം ഇത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ പോസ്റ്റ്മാൻ ലേറ്റസ്റ്റ് വേർഷൻ തന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. എന്നാൽ മാത്രമേ ഈ ഒരു മെത്തേഡ് വർക്ക് ആവുള്ളൂ. ഇപ്പോൾ കാണിച്ച ആ ഗിറ്റ്ഹബിൻ്റെ പോസ്റ്റ്മാൻ്റെ ആ ഒരു ലിങ്ക് ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം മാനുവലി നമുക്ക് പോസ്റ്റ്മാൻ്റെ കൺസോൾ ക്ലിയർ ചെയ്യുന്നത് നമുക്ക് ഒഴിവാക്കാം. ഈ സിംഗിൾ ലൈൻ ഓഫ് കോഡ് എപ്പോഴും ഫസ്റ്റ് റിക്വസ്റ്റിൽ തന്നെ ആഡ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഒരു പർട്ടിക്കുലർ റിക്വസ്റ്റ് ഫെയിൽ ആവുക എന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഡീബഗ് ചെയ്യാൻ വളരെ ഈസിയാണ്. അല്ലെങ്കിൽ ഡീബഗിങ് പ്രോസസ്സിന് വേണ്ടി നമ്മൾ റിക്വസ്റ്റ് കണ്ടുപിടിക്കുക എന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള പണിയാണ്. അപ്പം ഈ ഒരു മെത്തേഡ് വളരെ യൂസ്ഫുൾ ആണ്, വളരെ ഹാൻഡി ഫീച്ചറാണ്. അപ്പം ഇതെല്ലാവരും യൂസ് ചെയ്ത് തന്നെ നിങ്ങൾ കളക്ഷനായിട്ട് റൺ ചെയ്യുമ്പോൾ ശ്രമിക്കുക. അപ്പം ഈ വീഡിയോ ഉപയോഗപ്രദമായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്തേക്കുക. എന്നെങ്കിൽ മാത്രമേ പുതിയ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.